ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവെഴുത്ത് പ്രകാരം വിളിച്ച് പറയുന്നു, യേശു അവളെ കണ്ടിട്ട കരയേണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. നൈൻ പട്ടണത്തിൽ ഒരു വിധവയുടെ ഏകമകന് ഈ ലോകത്തിൽ നിന്നേക്കുമായി മാറ്റപ്പെട്ടു. താൻ ഏറ്റവും സ്നേഹിക്കുകയും താൻ ആശ്രയിക്കുകയും ചെയ്ത തൻ്റെ ഏകജാതൻ തന്നിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തുറന്നു. താൻ തൻ്റെ മാറത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അമ്മയെ സങ്കടം മുഴുവൻ അവിടെ കണ്ണിലൂടെ വേദനയായിട്ട് ഒലിച്ചിറങ്ങാൻ ഇടയായി തുറന്നു. ആ പട്ടണവാസികളിൽ പലരും അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. ആരാലും അവൾക്ക് ആശ്വാസം കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ പട്ടണത്തിൽ നിന്ന് അവയെ മഞ്ചും ചുമന്നുകൊണ്ട് അനേക പ്രിയപ്പെട്ടവർ പട്ടണത്തിൻ്റെ പടിവാതിക്കലേക്ക് വരികയാണ്. പട്ടണത്തിൻ്റെ പടിവാതിക്കൽ വെച്ച് യേശു തൻ്റെ സ്നേഹിതന്മാരും ഒരുമിച്ച് വലിയൊരു പുരുഷാരമായി ഈ പട്ടണത്തിൻ്റെ പടിവാതിക്കൽ വന്നു. അവൻ പട്ടണത്തിനകത്തു നിന്ന് അവൻ ഒരു ബാലൻ്റെ ശവശരീരമായി ഒരു മഞ്ചൽ പുറപ്പെട്ടു. അത് പുറപ്പെടുന്ന സമയം തന്നെ യേശുവും തൻ്റെ സ്നേഹിതന്മാരും അവരായിരുന്ന സ്ഥാനത്തും പുറപ്പെട്ടു. ഇരുവരും പട്ടണത്തിൻ്റെ പടിവാതിക്കൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അവൻ ഈ സ്ത്രീയ ഈ മഞ്ചത്തോട് ചേർന്ന് അവൾ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് വരികയാണ്. ആമേൻ. അവൾ ഇപ്രകാരം വിളിച്ചു പറയുന്നു, എൻ്റെ ഭർത്താവോ നേരത്തെ മരിച്ചുപോയി. ഞാൻ ആശ്രയം വെച്ചത് എൻ്റെ ഈ തലമുറയിലാണ്. അവനും എന്നെ വിട്ടുപോയതിൽ ഒരിക്കലും ആ മാതാവിന് സങ്കടമടക്കുവാൻ കഴിഞ്ഞില്ല. അവൾ വാവിട്ടു നിലവിളിക്കാൻ തുടങ്ങി. ആമേൻ. അവിടെ നിലവിളിയുടെ ശബ്ദം എൻ്റെ ചിന്തയിൽ ഇപ്രകാരമായിരിക്കുക, യേശു കർത്താവ് ആയിരുന്ന സ്ഥാനത്ത് അവിടെ നിലവിളി കേട്ടു. ആ നിലവിളി കേട്ടത് കൊണ്ടാണ് യേശു ആ പട്ടണത്തിൻ്റെ പടിവാതിക്കലേക്ക് ഇറങ്ങി വന്നു. യേശു പട്ടണത്തിൽ ചെന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, കരയണ്ട. ഹല്ലേലൂയ. അവൾക്കൊരിക്കലും അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം പലരും ഇവളോട് ആശ്വസിപ്പിക്കാൻ നോക്കി. പലരുടെയും വാക്കുകൾ ഇവൾക്ക് സാന്ത്വനമേകിയില്ല. പലരും ഇവളോട് പറഞ്ഞു, ഇത് ലോക സഹജമാണ്. സ്ത്രീയെ, എന്തിനാ നീ കരയുന്നത്? ഹല്ലേലൂയ. ഇനി മരിച്ചുപോയ മകനോ നിനക്ക് മടങ്ങി വരുമോ? ഒരിക്കലും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അവളെ ആമേൻ ഹല്ലേലൂയ പലരും ആശ്വസിപ്പിക്കാൻ നോക്കി. അവളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൾക്ക് ആശ്വാസം കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവൾ ആശ്രയിച്ചതും അവളെ സ്നേഹിച്ചതും ഹല്ലേലൂയ അവിടെ ഒരു കരുതലുമായിരുന്നു. അവിടെ ഈ തലമുറ അതും അവളെ വിട്ടു പോയപ്പോഴോ അവൾക്കൊരിക്കലും സങ്കടമടക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ആമേൻ ഈ നിമിഷം ദൈവമക്കളെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കാം. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ആ സ്ത്രീക്കിടയായി തുറന്നു. ആമേൻ. മഞ്ചം ചുമന്നുകൊണ്ട് വന്നവരെ അടുക്കൽ ചെന്ന് യേശു മഞ്ചമൊന്ന് തൊട്ടു. ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവ് ശരീരത്തിനെ തൊടാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. നീ ജീവനുണ്ടായിട്ടും മരിച്ചവനെ പോലെയല്ലേ ഇരിക്കുന്നതോ? നിനക്ക് ജീവനുണ്ടായിട്ടും ആമേൻ ഹല്ലേലൂയ ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ പോലെയല്ലേ നീ ഇരിക്കുന്നതോ? പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, ആമേ നീ എങ്ങനെയായിരിക്കണം? നീ മരിച്ചവനാണെങ്കിൽ യേശു കർത്താവ് ചിലതിനെ ഇന്ന് പകൽക്കാലം തൊടാൻ പോകുന്നു. യേശു മഞ്ചം തൊട്ടു. ആമേൻ ഹല്ലേലൂയ. തൊട്ടവൻ ആമേൻ ഹല്ലേലൂയ ഒരു സാധാരണ വ്യക്തിത്വമല്ല. ആമേൻ ഈ മഞ്ചം തൊട്ട വ്യക്തി ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ ഒരു സാധാരണ വ്യക്തിത്വമല്ല. ആമേൻ ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ പകൽക്കാലം ഒന്ന് ഓർത്തു നോക്കുക. ആർക്കതിനെ തൊടുവാൻ കഴിയുന്നതോ? ആർക്കതിനെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നതോ? ആർക്കതിനക്ക് ജീവൻ പകരാൻ കഴിയുന്നതോ? ആമേ ജീവന്റെ താതവായിരിക്കുന്നവൻ ഈ മഞ്ചത്തിലൊന്ന് തൊട്ടു. ആമേൻ ഹല്ലേലൂയ. ബാല എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ മഞ്ചത്തിനകത്ത് എഴുന്നേറ്റിരിപ്പാൻ ഇടയായി തുറന്നു. ദൈവമക്കളെ, ഈ പകൽക്കാലം ഒന്ന് ആമേൻ ഹല്ലേലൂയ ശ്രദ്ധിക്കുക. അവൻ്റെ വാക്കിൻ്റെ പവർ അവൻ ഒരു സാധാരണക്കാരൻ പറയുന്നത് പോലാണോ?
യേശു കർത്താവുകളോട് പറഞ്ഞത് ആമേൻ അല്ലെങ്കിലും മരിച്ചവൻ്റെ ഡെഡ് ബോഡിയെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ സാന്നിധ്യം ഈ പകൽക്കാലം നമ്മോട് കൂടെ ഉണ്ടോ. അതുകൊണ്ട് ഹല്ലേലൂയ, ആ സ്ത്രീയോ ആമേൻ ഹല്ലേലൂയ മഞ്ചം തൊട്ടു, മരിച്ചവൻ എഴുന്നേറ്റു, അവനെ അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈ പകൽക്കാലം ആമേൻ അവനെ അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ആമേൻ ഹല്ലേലൂയ ആമേൻ നിങ്ങളെ ആമേൻ നമ്മെ ഓരോരുത്തരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളോ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവൻ തൊട്ടോ ശരതെഴുന്നേറ്റോ ആമേൻ ജീവനില്ലാത്തതൊക്കെ അത് ജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ കരങ്ങളിലോ ആമേൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിന്നെ ഒന്ന് തൊടട്ടോ, നിനക്ക് ജീവൻ ലഭിക്കട്ടോ. ആമേൻ എഴുന്നേറ്റിരുന്ന് ആമേൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരമ്മയും മകനും മുഖത്തോട് മുഖം നോക്കി അന്യഭാഷകളാൽ അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ആ സ്ത്രീയുടെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു സന്തോഷം അവിടെ മുഖത്തിൽ ലഭിപ്പാൻ കൊണ്ട് പിടിയായി തുറന്നെങ്കിൽ ആമേൻ ഇന്ന് പകൽക്കാലം ആമേൻ ഈ വാക്യങ്ങളെ ഏറ്റെടുക്കട്ടോ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ല കർത്താവേ, യേശു തൊട്ടപ്പോൾ തന്നെ ബാലക്കാരൻ അത് എഴുന്നേറ്റിരിപ്പാൻ കൊണ്ട് മടിയായി തുറന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലോ ഇന്ന് പകൽ കർത്താവ് നമ്മളെ ഒന്ന് തൊടട്ടോ. അവൻ ചരിതിനെയൊക്കെ ഒന്ന് എഴുന്നേൽപ്പിക്കട്ടോ. സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തികളോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവേണം. സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം നമ്മെ എല്ലാവരെയും ഒരുക്കിയതിനായി സ്തോത്രം. തൃക്കരങ്ങൾ ഏൽപ്പിക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ.